പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തുയേശുവിൽ ഏറ്റവും വാത്സല്യമുള്ള ദൈവമക്കളെ, ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ മിശിഹാ തമ്പുരാൻ്റെ പരിശുദ്ധവും പരിപാവനവുമായ പാദപീഠത്തിൽ ചേർന്ന് വന്ന് മാധുര്യമേറിയ തിരുവചനങ്ങളെ രുചിക്കുവാനും ഭുജിക്കുവാനും നമുക്ക് സന്ദർഭവും കരുണയും കരുതലും തന്ന ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഇന്ന് നാം പഠിച്ചുകൊണ്ടുവന്ന ഒരു വിഷയത്തിൻ്റെ തുടർച്ചയായി ചില ചിന്തകൾ കൂടെ പങ്കുവയ്ക്കട്ടെ. എന്താണ് ശരിയായ മരണം? എപ്പോഴാണ് ഒരാളിൽ മരണം സംഭവിക്കുക? 2 പ്രാവശ്യമായി നമ്മൾ അതിനെ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രാവശ്യം കൂടെ നമുക്കതിൻ്റെ തുടർചിന്തകൾ പങ്കുവയ്ക്കാം. ഒടുവിൽ നാം കേട്ടത് അതിക്രമങ്ങൾ, ക്രമം കെട്ട ജീവിതം, അതുപോലെ തന്നെ പാപം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കൂടുകൂട്ടുമ്പോൾ ആ വ്യക്തിയിൽ മരണം സംഭവിക്കുന്നു എന്നാണ്. വീണ്ടും മറ്റൊരു ചിന്ത ഇന്ന് ഇങ്ങനെ പങ്കുവയ്ക്കട്ടെ. ശുദ്ധമുള്ള മത്തായി എഴുതിയ രക്ഷാസുവിശേഷം 4-ാം അധ്യായത്തിലെ 15-ാമത്തെ തിരുവചനം. ഇങ്ങനെ ഇരുട്ടിൽ ഇരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിൻ്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു. മരണത്തിൻ്റെ ദേശം, മരണത്തിൻ്റെ നിഴൽ, വെളിച്ചം ഇല്ലാത്ത അവസ്ഥ, ഇരുട്ട് ബാധിച്ച അവസ്ഥ, ഇതാണ് മരണത്തിൻ്റെ അവസ്ഥ. ആരുടെ ജീവിതത്തിലാണോ വെളിച്ചം ഇല്ലാത്തത്, ആ വ്യക്തി മരിച്ചു. എന്താണ് യഥാർത്ഥ വെളിച്ചം? കർത്താവായ യേശുക്രിസ്തു പ്രഖ്യാപിക്കുന്നു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം ആകുന്നു, ഞാനാണ് പ്രകാശം. യേശുക്രിസ്തു ആകുന്ന പ്രകാശം, യേശുക്രിസ്തു സാക്ഷാൽ ദൈവമാണെന്ന് മുമ്പ് വ്യാഖ്യാനിച്ചിട്ടുണ്ടല്ലോ. ജഡത്തിൽ വെളിപ്പെട്ട ദൈവമാണ് യേശു. ഈ വെളിച്ചം ഒരു വ്യക്തിക്ക് നഷ്ടപ്പെട്ടാൽ ആ വ്യക്തി മരിച്ചു കഴിഞ്ഞു. ആ വ്യക്തി പാർക്കുന്ന ദേശവും മരണത്താൽ ബാധിക്കപ്പെട്ടു കഴിഞ്ഞു. വെളിച്ചമാകുന്ന ദൈവത്തെ, വെളിച്ചമാകുന്ന യേശു ക്രിസ്തുവിനെ അറിഞ്ഞുകൂടാത്ത മനുഷ്യരും അവർ താമസിക്കുന്ന ദേശവും മരണത്തിൻ്റെ താഴ്വരയാണ്. അവിടെ എല്ലാവരും മരിച്ചവരാണ്. യേശുക്രിസ്തുവാകുന്ന വെളിച്ചം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വിളങ്ങുന്നുവെങ്കിൽ ആ വ്യക്തിക്ക് ജീവനുണ്ട്. ആ വ്യക്തിയിലൂടെ ആ ജീവൻ മറ്റുള്ളവരിലേക്ക് പകരപ്പെടുകയും ചെയ്യും. ഇന്ന് അനേകം ആളുകൾ ദൈവനിഷേധികളായി. ഈ യേശുക്രിസ്തു സാക്ഷാൽ വെളിച്ചമാണെന്നും സാക്ഷാൽ ദൈവമാണെന്നും കാര്യകാരണസഹിതം പറയുന്നത് കേട്ടിട്ടും അത് അംഗീകരിക്കാൻ മനസ്സില്ലാതെ അന്ധമായി അതിനെ നിഷേധിച്ചുകൊണ്ട്, അതിനെ വെല്ലുവിളിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തുകൊണ്ട് ഈ വെളിച്ചത്തെ നിഷേധിക്കുന്നുവെങ്കിൽ അവരൊക്കെ മരിച്ചവരാണ്. ഈ യേശുക്രിസ്തുവാകുന്ന വെളിച്ചത്തെക്കുറിച്ച്, ജീവനെക്കുറിച്ച് കേൾക്കാത്ത ഒരാളുടെ ജീവിതത്തിൽ, അത് കേട്ടിട്ടില്ലാത്തത് കൊണ്ട് അയാൾ ഇരുട്ടിലിരിക്കുന്നുവെങ്കിൽ അയാളെ അത് കേൾപ്പിക്കുവാൻ ദൈവമായ കർത്താവ് നിശ്ചയമായിട്ടും സാഹചര്യങ്ങൾ ഒരുക്കും. എന്നാൽ ആരെങ്കിലും ഈ വെളിച്ചത്തെക്കുറിച്ച് കേട്ടിട്ടും അറിഞ്ഞിട്ടും ബോധ്യപ്പെട്ടിട്ടും ആ വെളിച്ചത്തെ നിഷേധിക്കുന്നുവെങ്കിൽ അവർ മരണത്തിൽ ഇരിക്കുകയാണ്. അങ്ങനെ ലോകം മുഴുവനും ദൈവത്തെ അറിയാതെ ഇരുട്ടിലും അന്ധകാരത്തിലും മരണത്തിലും കിടന്ന കാലത്ത് ഈ മരണത്തിൽ പിടിപെട്ടുപോയ, ദൈവബന്ധമില്ലാതെ നഷ്ടപ്പെട്ടുപോയ, ദൈവത്തെ അറിയാതെ പോയ ഒരു മാനവകുലത്തെ വെളിച്ചത്തിലേക്കും ജീവനിലേക്കും ദൈവബന്ധത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ആവിഷ്കരിച്ച അതിശ്രേഷ്ഠമായ രക്ഷാപദ്ധതിയുടെ യഥാർത്ഥ ചിത്രമാണ് കർത്താവായ യേശുക്രിസ്തു. അല്ലെങ്കിൽ യഥാർത്ഥ വെളിച്ചമാണ് കർത്താവായ യേശുക്രിസ്തു. യെശയ്യാ പ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ അന്ധകാരത്തിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു എന്ന യേശുക്രിസ്തുവിൻ്റെ തിരുജനനത്തെക്കുറിച്ച്
യെശയ്യാ പ്രവാചകൻ BC 8-ാം നൂറ്റാണ്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് പ്രവചനമാണ്. വരുവാനിരിക്കുന്ന മഹാവെളിച്ചത്തിൻ്റെ അവതാരത്തെക്കുറിച്ച്, ഇരുട്ടിലിരിക്കുന്ന ജനം വെളിച്ചത്തെ കാണുന്നതിനെക്കുറിച്ച്, അറിയുന്നതിനെക്കുറിച്ച്, വെളിച്ചം ആസ്വദിക്കുന്നതിനെക്കുറിച്ച്, ജീവനിലേക്ക് വരുന്നതിനെക്കുറിച്ച്, നിത്യജീവൻ പ്രാപിക്കുന്നതിനെക്കുറിച്ച് പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുൻകൂട്ടി പ്രവചിക്കുകയാണ്. ആ സംഭവം തന്നെയാണ് മത്തായി എഴുതിയ രക്ഷാസുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിലും ലൂക്കോസ് എഴുതിയ രക്ഷാസുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 78-ാമത്തെ വാക്യത്തിലും സുവിശേഷകന്മാർ രേഖപ്പെടുത്തിയത്. അന്ധകാരത്തിലിരിക്കുന്ന ജനം വലിയ ഒരു വെളിച്ചം കണ്ടു. അപ്പോൾ ഇരുട്ടിൽ വീണുപോയവർ, ലോകത്തിൻ്റെ ഇരുട്ടല്ല, സൂര്യനില്ലാത്തപ്പോൾ സംഭവിക്കുന്ന രാത്രിയുടെ ഇരുട്ടല്ല, പാപത്തിൻ്റെ ഇരുട്ട്, ദൈവമില്ലാത്തിടത്ത് സംഭവിക്കുന്ന ഇരുട്ട്, വെളിച്ചമില്ലാത്തിടത്ത് സംഭവിക്കുന്ന ഇരുട്ട്. ഇന്ന് അനേകരുടെ ജീവിതത്തിൽ ഈ ഇരുട്ട് ബാധിച്ചിട്ടുണ്ട്. സത്യമായിട്ടും അവർ മരിച്ചവരാണ്. ദൈവവിചാരമില്ലാത്തവർ, പ്രാർത്ഥിക്കാൻ മനസ്സില്ലാത്തവർ, ദൈവമേ എന്ന ചിന്ത പോലുമില്ലാത്തവർ, ലോകത്തിൻ്റെ സാധ്യതകളിലും അതിൻ്റെ ചിന്തകളിലും മുഴുകി കാലം പോക്കുന്നവർ, ദൈവാലയത്തിലേക്കുള്ള വഴി അറിയാത്തവർ, ആത്മീയരെ പുച്ഛിക്കുന്നവർ, കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുന്നവരെ ആക്ഷേപിക്കുന്നവർ, പ്രിയപ്പെട്ടവരെ, പുരോഹിതന്മാരെയും ആത്മീയ ശുശ്രൂഷകരെയും അപമാനിക്കുവാനും വെല്ലുവിളിക്കുവാനും ശ്രമിക്കുന്നവർ സത്യമായിട്ടും ഇരുട്ടിൽ അധിവസിക്കുന്നവരാണ്, മരണത്തിൽ പൂണ്ടുപോയവരാണ്. യേശുക്രിസ്തു മനുഷ്യാവതാരമെടുക്കുന്ന കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ ചിത്രം അതായിരുന്നു. അവർ ദൈവനിഷേധികളായിരുന്നു. അവസാനത്തെ പ്രവാചകൻ്റെ ശബ്ദം നിലച്ചിട്ട് 400 വർഷം പലസ്തീന നാട്ടിലെങ്ങും ഒരു പ്രവാചക ശബ്ദം കേട്ടിരുന്നില്ല. 400 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സ്നാപക യോഹന്നാൻ എന്ന പ്രവാചകൻ്റെ ശബ്ദം ആ ദേശം കേൾക്കുന്നത്. ആ 400 വർഷം ഇരുട്ടിൻ്റെ കാലഘട്ടമായിരുന്നു. വെളിച്ചത്തിൻ്റെ ലാഞ്ചന പോലും ആ ജനതയുടെ മേലുണ്ടായിരുന്നില്ല. അവർ അന്ധകാരത്തിൽ പൂണ്ട് കിടക്കുകയായിരുന്നു. അവരുടെ മധ്യത്തിലേക്കാണ് സ്നാപക യോഹന്നാൻ വളരെ ശക്തമായ കൊടുവാളിനേക്കാൾ മൂർച്ചയുള്ള തൻ്റെ നാവുമായി വന്നു നിന്ന് സംസാരിച്ചത്. അങ്ങനെ പറഞ്ഞ് സംസാരിച്ച അനേകരുടെ ഹൃദയങ്ങളെ ചലിപ്പിച്ച് മാനസാന്തരത്തിലേക്ക് കൊണ്ടുവന്ന യോഹന്നാൻ സ്നാപകൻ ലക്ഷ്യമിട്ടത് തനിക്ക് പിന്നാലെ വരുന്ന മഹാവെളിച്ചത്തെ ലോകത്തിന് പരിചയപ്പെടുത്തുവാനാണ്. ഉദിക്കുവാൻ പോകുന്ന നീതി സൂര്യനെ ലോകത്തിന് കാണിച്ചു കൊടുക്കുവാനാണ്. വെറും ഒരു ചൂണ്ടുപലകയായി നിൽക്കുവാനാണ് അവൻ വന്നത്. പ്രവാചകന്മാരെല്ലാവരും ഈ ചൂണ്ടുപലകകളായിരുന്നു. അവരെല്ലാവരും വിരൽ ചൂണ്ടിയത് കർത്താവായ യേശുക്രിസ്തുവിലേക്കാണ്. സകല പ്രവാചകന്മാരുടെയും സാക്ഷ്യ വിഷയം കർത്താവായ യേശുക്രിസ്തുവായിരുന്നു. വരുവാനിരിക്കുന്ന വീണ്ടെടുപ്പിനെക്കുറിച്ചും മഹാവെളിച്ചത്തെക്കുറിച്ചും ആ വെളിച്ചം മൂലമുള്ള മനുഷ്യൻ്റെ രക്ഷയെക്കുറിച്ചുമാണ് പ്രവാചകന്മാരെല്ലാം സംസാരിച്ചത്. ഒടുവിൽ സ്നാപക യോഹന്നാനും അത് തന്നെ സംസാരിക്കുകയാണ്. ദൈവമക്കളെ, യേശുക്രിസ്തുവിൻ്റെ ജനനം എന്ന് പറയുന്നത് അന്ധകാരം മാറ്റുന്നതായിരുന്നു. അന്ധതമസ് പിടിപെട്ട മനസ്സിൻ്റെ ഉടമകളായി അഹങ്കാരം ബാധിച്ച് കല്ലിച്ചു പോയ മനസ്സുമായിരിക്കുന്ന മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് വെളിച്ചം പകർന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം, ഇതിനു മുമ്പിലത്തെ ഒരു ഭാഗത്ത് നമ്മൾ പരിശോധിച്ചതാണ്. അജ്ഞാന നിമിത്തം അന്ധകാരം ബാധിച്ച, അന്ധത ബാധിച്ച, അന്ധതമസ്സിൽ പിടിക്കപ്പെട്ട, അജ്ഞാനബുദ്ധിയായിപ്പോയ, അഹങ്കാരിയായിപ്പോയ മനുഷ്യനെക്കുറിച്ച് നാം ചർച്ച ചെയ്തതാണ്. നിങ്ങളത് കേട്ടതാണ്, മറന്നിട്ടില്ല എന്ന് വിചാരിക്കട്ടെ. ഇപ്രകാരം ഇരുട്ടിൽ പെട്ടുപോയവരൊക്കെ മരണത്തിൽ പെട്ടുപോയവരാണ്. ക്രിസ്തു ഇല്ലാത്ത ഒരവസ്ഥയിൽ ജീവിക്കുന്നവരൊക്കെ, വെളിച്ചമില്ലാത്ത അവസ്ഥയിൽ ജീവിക്കുന്നവരൊക്കെ മരിച്ചവരാണ്. ജീവിതത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് യേശു ക്രിസ്തു പ്രകാശിക്കുന്നില്ലെങ്കിൽ നിശ്ചയമായിട്ടും അവർ മരിച്ചവരാണ്. യേശു ക്രിസ്തുവാകുന്ന പ്രകാശം ഉദിച്ച് മരണത്തെ മാറ്റുകയത്ര ചെയ്തത്. മരണത്തെ അവൻ നീക്കിക്കളഞ്ഞു. എന്നിട്ട് മനുഷ്യൻ്റെ മേൽ ജീവൻ അവകാശമായി പ്രഖ്യാപിക്കുകയാണ്.
ഇങ്ങനെ ആത്മീക അന്ധത ബാധിച്ചവരൊക്കെ മരിച്ചവരാണ് എന്ന് ദൈവത്തിൻ്റെ വചനം പറഞ്ഞു വയ്ക്കുന്നു. ആരാണ് മരിച്ചവർ, എന്താണ് മരണമെന്ന വിഷയവുമായി ചേർത്ത് മറ്റൊരു ചിന്ത കൂടെ. യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 6-ാം അധ്യായം. ഞാൻ ജീവൻ്റെ അപ്പമാകുന്നുവെന്ന് പ്രസംഗിച്ചവൻ, സാക്ഷാൽ ജീവൻ്റെ അപ്പം താനാകുന്നുവെന്ന് വിളംബരം ചെയ്തവൻ കർത്താവായ യേശു ക്രിസ്തു. അവൻ അടിവരയിട്ട് പഠിപ്പിക്കുകയാണ്. ജീവൻ്റെ അപ്പമാകുന്ന എന്നെ ഉൾക്കൊള്ളാതെ, അംഗീകരിക്കാതെ, അവിശ്വസിച്ച് തള്ളിക്കളഞ്ഞാൽ അവരൊക്കെ മരണത്തിലാണ്. ഈ 6-ാം അധ്യായത്തിൻ്റെ 53-ാമത്തെ തിരുവചനം യേശു അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ മാംസം ഭക്ഷിക്കാതെ അവൻ്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവൻ ഇല്ല ഇല്ല ഇല്ല. മനുഷ്യപുത്രൻ്റെ മാംസം ഭക്ഷിക്കുകയും രക്തം കുടിക്കുകയും ചെയ്യാതെ ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവൻ ഇല്ല ഇല്ല ഇല്ല, നിങ്ങൾ മരിച്ചവരാണ്. ഇവിടെ പറയുന്നത് പരിശുദ്ധ കുർബാനയെക്കുറിച്ചാണ്, ദിവ്യകാരുണ്യത്തെക്കുറിച്ചാണ്. ഇത് ഒരു വ്യക്തി സ്വീകരിക്കാതെ ഇരുന്നാൽ ആ വ്യക്തിയുടെ ഉള്ളിൽ ജീവൻ ഇല്ല. ജീവൻ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവാകുന്ന ജീവൻ ഒരു വ്യക്തിയുടെ ഉള്ളിൽ വരുന്നത് ഈ പരിശുദ്ധ കുർബാന ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോഴാണ്. അത് ഒരു വ്യക്തി നിഷേധിച്ചാൽ, അതൊരു വ്യക്തിയെ അലക്ഷ്യമാക്കി കളഞ്ഞാൽ ആ വ്യക്തിയുടെ ഉള്ളിൽ ജീവൻ ഇല്ല. ഈ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന വ്യക്തി, ആ വ്യക്തിയുടെ മനോഭാവം വളരെ ഇവിടെ പ്രധാനപ്പെട്ടതാണ്. വിശ്വാസമില്ലാതെ ഒരു വ്യക്തി ഇത് സ്വീകരിച്ചാൽ ആ വ്യക്തിയിൽ ജീവൻ പകരപ്പെടുന്നില്ല, ക്രിസ്തു ജീവിക്കുന്നില്ല. ആ വ്യക്തി ദൈവത്തെ പരീക്ഷിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്തിരിക്കുന്നു. വിശ്വാസത്തോടെ ഇതെൻ്റെ കർത്താവായ യേശു മിശിഹായുടെ തിരുശരീരമാണ്, തിരുരക്തമാണ്, ഇത് യേശുക്രിസ്തുവാണ്, ഇത് ജീവനാണ്, ഇത് നിത്യജീവനാണ്, ഇതെൻ്റെ ഉള്ളിലേക്ക് പകരപ്പെടുകയാണ്, ഇതെനിക്ക് ജീവനാണ്, ഇതെനിക്ക് നിത്യജീവനാണ്, ഇതെനിക്ക് സൗഖ്യമാണ്, ഇതെനിക്ക് സമാധാനമാണ്, ഇതെനിക്ക് സന്തോഷമാണ്, ഈ പരിശുദ്ധ കുർബാന എൻ്റെ ജീവിതത്തെ മുഴുവനായും ജ്വലിപ്പിക്കുന്ന മഹാജ്വലന അഗ്നിയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അത് സ്വീകരിക്കുന്ന വ്യക്തിക്ക് ഉള്ളിൽ ജീവനുണ്ട്. അല്ലാത്തവർക്ക് ജീവൻ ഇല്ല എന്ന് തന്നെ അടിവരയിട്ട് പറഞ്ഞിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ ജീവൻ ഒരു വ്യക്തിയിൽ വന്ന് നിറയുന്നത് യേശുക്രിസ്തു ആ വ്യക്തിയിൽ വരുമ്പോഴാണ്. അത് വിശ്വാസത്തോടെ പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ സംഭവിക്കുന്നതാണ്. ദൈവമക്കളെ, നമ്മൾ എത്രത്തോളം പരിശുദ്ധ കുർബാനയോടുള്ള സംസർഗം ഈ കാലഘട്ടത്തിൽ എത്രത്തോളം? പലരും അത് വർഷത്തിലൊരിക്കൽ, ചിലരൊക്കെ വല്ലപ്പോഴും ഒരിക്കൽ, എന്നാൽ വലിയൊരുപറ്റം ആളുകൾ നിരന്തരമായി സ്വീകരിക്കുന്നു. ഈ നിരന്തരമായി സ്വീകരിക്കുന്ന ആളുകൾ എത്രത്തോളം ഒരുക്കമുള്ളവരാണ് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. എത്രത്തോളം മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ വന്നവരാണ്, എത്രത്തോളം വിശ്വാസമുള്ളവരാണ് എന്ന് വിലയിരുത്തേണ്ടതാണ്. എൻ്റെ ഒരു ആത്മീയ സ്നേഹിതൻ ഒരിക്കൽ ഒരു സംഭവം ഇങ്ങനെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു, കണക്കില്ലാതെ കൈക്കൂലി വാങ്ങും. കണക്കില്ലാതെ കൈക്കൂലി വാങ്ങുമെന്ന് മാത്രമല്ല, എല്ലാ ദിവസവും വൈകിട്ട് ആ മനുഷ്യൻ ഓഫീസ് വിട്ടു പോയാൽ ഒരു കുപ്പി മദ്യം, ഒരു ഫുൾ ബോട്ടിൽ വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി അത് കുടിക്കും. ഇത് അയാളുടെ ദിനചര്യയാണ്. അയാൾ കണക്കില്ലാതെ കൈക്കൂലി വാങ്ങും, കണക്കില്ലാതെ മദ്യപിക്കും. പക്ഷേ എല്ലാ ദിവസവും രാവിലെ, അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് അയാൾ ദൈവാലയത്തിൽ പോയി ആരാധനയെ സംബന്ധിച്ച് പരിശുദ്ധ കുർബാന സ്വീകരിക്കുമായിരുന്നു. ഒരിക്കൽ എൻ്റെ ഈ സുഹൃത്ത് അദ്ദേഹത്തോട് ചോദിച്ചു, സ്നേഹിത, ഇതൊരാത്മവഞ്ചനയല്ലേ? താങ്കൾ ശരിക്കും ദൈവത്തെ പരീക്ഷിക്കുകയല്ലേ? താങ്കൾ ദൈവത്തെ പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുകയല്ലേ?
താങ്കൾ ഈ പാപം എല്ലാ ദിവസവും ചെയ്തുകൊണ്ട് എല്ലാ ദിവസവും ദിവ്യകാരുണ്യം സ്വീകരിച്ച് ദൈവത്തെ അപമാനിക്കുകയല്ലേ? അദ്ദേഹം തിരുത്തി, താങ്കൾക്ക് തെറ്റിപ്പോയി, ഞാൻ ചെയ്യുന്നതാണ് ശരി, ഞാൻ തെറ്റ് ചെയ്യുന്നുണ്ട് എന്നെനിക്കറിയാം, അന്നന്നത്തെ തെറ്റ് അന്നന്ന് ഞാൻ പരിഹരിക്കുകയാണ്. വീണ്ടും തെറ്റ് ചെയ്യുന്നു, വീണ്ടും പരിഹരിക്കുന്നു. സത്യത്തിൽ പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യൻ ഒരു ആത്മവഞ്ചകനാണ്. അദ്ദേഹം അടിസ്ഥാനപരമായി അയാളുടെ സ്വഭാവത്തിനൊരു മാറ്റവും വരുത്തിയിട്ടില്ല. അയാളുടെ കൈക്കൂലി വാങ്ങുന്ന ശീലമോ അയാളുടെ മദ്യപാന ശീലമോ അയാൾ അവസാനിപ്പിച്ചിട്ടില്ല. അത് തുടരുമ്പോൾ തന്നെ അയാൾ ദൈവപക്ഷത്താണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് മുടങ്ങാതെ ആരാധനയെ സംബന്ധിച്ച് ദിവ്യകാരുണ്യം സ്വീകരിച്ച് ദൈവം എൻ്റെ എല്ലാ പാപങ്ങളും ക്ഷമിച്ച് ഇപ്പോൾ ഞാൻ വിശുദ്ധനാണെന്ന് സ്വയം വിധിക്കുകയാണ്. അവിടെയും ചേർത്ത് വയ്ക്കട്ടെ, കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ്, ശരിയായ മാനസാന്തരം സക്കായിയുടെ മാനസാന്തരമാണ്. അന്യായമായി വാങ്ങിയത് 4 മടങ്ങ് മടക്കി കൊടുത്തു, വസ്തുവകയിൽ പകുതി ദരിദ്രർക്ക് കൊടുത്തു. മാറി, അടിമുടി സക്കായിയുടെ സ്വഭാവം മാറി. ഈ മാറ്റമാണ് ഒരു മനുഷ്യനെ വെളിച്ചത്തിലേക്കും ജീവനിലേക്കും ദൈവബന്ധത്തിലേക്കും കൊണ്ടുവരുന്നത്. അടിസ്ഥാനപരമായ ദൂഷ്യ സ്വഭാവങ്ങൾക്ക് മാറ്റം വരുന്നില്ലെങ്കിൽ ആ വ്യക്തി ദൈവത്തോടെ എത്ര പറ്റിച്ചേർന്ന് നിന്നാലും ആ വ്യക്തി ജീവൻ പ്രാപിക്കുന്നില്ല, മറിച്ച് ശിക്ഷാവിധി പ്രാപിക്കുന്നു എന്നുകൂടെ മനസ്സിലാക്കണം. കൊരിന്ത്യർക്ക് പൗലോസ്ലീഹ എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 26 മുതലുള്ള തിരുവചനങ്ങളിൽ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന വ്യക്തിക്ക് ഉണ്ടാകേണ്ട ഒരുക്കത്തെക്കുറിച്ചൊക്കെ അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തുന്നുണ്ട്. ഒരുവൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം ഭക്ഷിക്കുവാൻ, ഈ പാനപാത്രത്തിൽ കുടിക്കുവാൻ. ഒരുത്തൻ അത് സ്വയം പരിശോധന കഴിക്കാതെ സ്വീകരിക്കുന്നുവെങ്കിൽ അവൻ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. സ്വയം ശിക്ഷയ്ക്ക് വിധിക്കുകയാണ് ചെയ്യുന്നത്, ആത്മവഞ്ചനയാണെന്ന് അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള വേദഭാഗങ്ങളൊന്നും കണ്ടില്ലെന്ന് നടിച്ചതുകൊണ്ട് അതില്ലെന്ന് വരില്ല. അതിൻ്റെ സത്യവും ചോദ്യം ചെയ്യപ്പെടാനും കഴിയില്ല. അതുകൊണ്ട് ദൈവമക്കളെ തിരുത്തപ്പെടേണ്ടതുണ്ട്. ജീവൻ പ്രാപിക്കുവാനാണ് പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതെങ്കിൽ പാപത്തിൽ നിന്ന് വേർപെട്ടിട്ട് വേണം അതിലേക്ക് വരുവാൻ. സകല പാപത്തെയും വെറുത്ത് ഉപേക്ഷിച്ചിട്ട് വേണം അതിലേക്ക് വരുവാൻ. അങ്ങനെ വേണം ജീവനും നിത്യജീവനും സ്വായത്തമാക്കാൻ. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിലെ 5-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ തിരുവചനം അതുകൂടെ ഇവിടെ ചേർത്ത് വയ്ക്കട്ടെ. പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രനില്ലാത്തവന് ജീവനില്ല. യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 53-ാം വാക്യത്തിൽ, എൻ്റെ ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ മാംസം ഭക്ഷിക്കാതെയും അവൻ്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവനില്ല, നിങ്ങൾ മരിച്ചവരാണ് എന്ന് പറഞ്ഞു. അതിൻ്റെ ബാക്കിയാണിവിടെ യോഹന്നാൻ എഴുതുന്നത്. പുത്രൻ ഉള്ളവർക്ക് ജീവനുണ്ട്, പുത്രൻ ഇല്ലാത്തവന് ജീവൻ ഇല്ല. യേശുക്രിസ്തു ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ, വെളിച്ചം ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ ആ വ്യക്തിക്ക് ജീവൻ ഉണ്ട്. അത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ ആ വ്യക്തിക്ക് ജീവനില്ല, ആ വ്യക്തി മരിച്ചയാളാണ്. അടിവരയിട്ട് വചനം പഠിപ്പിക്കുകയാണ്, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നവർക്കൊക്കെ, പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർക്കൊക്കെ ജീവനുണ്ട്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പഠിപ്പിച്ചത്, എന്നെ തിന്നുന്നവൻ ഞാൻ മൂലം ജീവിക്കും. നിശ്ചയമായിട്ടും എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ മരണത്തെ വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ഇങ്ങനെ എത്രയോ പ്രാവശ്യം കർത്താവ് ഇത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് യേശുക്രിസ്തുവുമായിട്ട് ബന്ധമുള്ളവർക്ക് ജീവനുണ്ട്, യേശുക്രിസ്തുവിനെ ഉള്ളിലാക്കുന്നവർക്ക് ജീവനുണ്ട്. അവരാണ് ജീവനുള്ളവർ. അങ്ങനെ ഒരു ബന്ധവും അങ്ങനെ ഒരു സംസർഗവും ഇല്ലാത്തവരൊക്കെ മരിച്ചവരാണ് എന്ന വചനം അടിവരയിടുകയാണ്. ഇനി മറ്റൊരു ചിന്ത ഇതോട് ചേർത്ത് വെച്ചാൽ, അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം, ആ ലേഖനത്തിലെ 5-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട്: കാമുകിയായിരിക്കുന്നവളോ
ജീവിച്ചിരിക്കയിൽ തന്നെ ചത്തവളാണ് എന്ന്, മരിച്ചവളാണെന്നുമല്ല ചത്തവളാണെന്ന് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തേ കാമുകനെക്കുറിച്ച് എഴുതാതിരുന്നത് എന്ന് സ്വാഭാവികമായിട്ടൊരു മറുചോദ്യം ഇവിടെ ഉണ്ടാകാം. അതും ഇവിടെ ചേർത്ത് വെച്ചാൽ കറക്റ്റാണ്. ജഡീക സന്തോഷങ്ങളിലുള്ള ജീവിതം, ദൈവത്തെ മറന്നുള്ള ജീവിതം, എല്ലാ നീതിയുടെ സീമകളെയും അതിലംഘിക്കുന്ന ജീവിതം, ദൈവത്തിൻ്റെ പരിശുദ്ധിക്ക് ചേരാത്ത ബന്ധങ്ങൾ, അത് അവിവാഹിതർക്കും വിവാഹിതർക്കും ഉണ്ടാകാം. വഴിവിട്ട ബന്ധങ്ങൾ, ക്രമം കെട്ട ബന്ധങ്ങൾ, നീചമായ ബന്ധങ്ങൾ ഏതെങ്കിലുമൊക്കെ വ്യക്തിയെ ഭരിക്കുന്നുവെങ്കിൽ വചനം അടിവരയിട്ട് പറയുന്നു, അവർ മരിച്ചവരാണ്. അപൂർവമായിട്ടെങ്കിലും അവിടങ്ങളിൽ ഒരുപാട് പേരുടെ ജീവിതത്തിൽ ഈ വഴിവിട്ട ബന്ധങ്ങളുണ്ട്. ഈ വഴിവിട്ട ബന്ധങ്ങൾ പലതും രഹസ്യമാക്കി വെച്ചതുകൊണ്ട് ദൈവം മുമ്പിൽ അത് വെളിപ്പെടുകയില്ല എന്ന് വിചാരിക്കരുത്. ദൈവം എല്ലാം അറിയുന്നു, എല്ലാം കാണുന്നു, എല്ലാം വിലയിരുത്തുന്നു. രഹസ്യ ജീവിതങ്ങളെ അറിയുന്ന ദൈവത്തിൻ്റെ മുമ്പിലാണ് നാം നിൽക്കുന്നത്. ജീവിത പങ്കാളി ഉള്ളപ്പോൾ തന്നെ കാമുകനും കാമുകിയുമുള്ള പുരുഷന്മാരും സ്ത്രീകളും ഉണ്ട്. ഏതെങ്കിലും ഒരു നിയമപരമായ വിവാഹത്തിലേക്ക് വരുന്നതിന് മുൻപ് പഠനകാലം മുതൽ ഈ വഴിവിട്ട ബന്ധങ്ങളിൽ ജീവിക്കുന്ന ചിലരെങ്കിലും ഉണ്ട്. ചില നവീനമായ പേരുകളിലൊക്കെ അങ്ങനെയുള്ള ബന്ധങ്ങളെ വ്യാഖ്യാനിക്കുന്നുണ്ട്. വചനപ്രകാരം അവരൊക്കെ മരിച്ചവരാണ്, ദൈവത്തോട് ബന്ധമില്ലാത്തവരാണ്, സത്യമായിട്ടും ജീവൻ നഷ്ടപ്പെട്ടവരാണ്, ജീവനാകുന്ന ക്രിസ്തുവിനെ അറിയാത്തവരാണ്. ആകയാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ ഏതെങ്കിലുമൊക്കെ തുറകളിൽ ഈ ക്രമം കെട്ട ജീവിതവും പാപവും അരുതാത്ത ബന്ധങ്ങളുമൊക്കെ നിലനിൽക്കുന്നുവെങ്കിൽ അവിടെ മരണം കൂടുകൂട്ടിയിട്ടുണ്ട് എന്ന് വചനം പഠിപ്പിക്കുകയാണ്. ഈ ചിന്ത ഇങ്ങനെ ഹൃദയത്തിൽ നാം കേൾക്കുകയും ഏറ്റുവാങ്ങുകയും ചെയ്യുമ്പോൾ മുൻപ് പറഞ്ഞതുപോലെ സ്വന്തം ജീവിതത്തെ ഒന്ന് തൂക്കി നോക്കുവാൻ, വിലയിരുത്തി നോക്കുവാൻ എല്ലാവർക്കും ഭാഗ്യമുണ്ടാകണം. ദൈവമേ, എൻ്റെ ജീവിതം ഇപ്പോൾ നിന്നോട് കൂടെയാണെന്ന്, ഞാൻ ജീവനുള്ള വ്യക്തിയാണ് എന്ന്, എന്നിൽ അശുദ്ധിക്കും പാപത്തിനും അന്ധകാരത്തിനും ഇടമില്ല എന്ന്, ഞാൻ ക്രമം കെട്ട ജീവിതം നയിക്കുന്നില്ല എന്ന്, എൻ്റെ ജീവിതത്തിൽ അരുതാത്ത ബന്ധങ്ങളും കൂട്ടുകെട്ടുകളും നിലനിൽക്കുന്നില്ല എന്ന്, ഞാൻ വെളിച്ചത്തിലാണ് ജീവിക്കുന്നത് എന്ന്, പരിശുദ്ധ കുർബാന സംസർഗത്തിലാണ് ജീവിക്കുന്നത് എന്ന്, ജീവനാകുന്ന ക്രിസ്തു എന്നിലുണ്ട് എന്ന് അടിവരയിടുവാൻ, അത് ഉറപ്പിക്കുവാൻ നമുക്ക് ഭാഗ്യമുണ്ടാകണം. അതിനാണ് ഈ ചിന്തകളെല്ലാം പങ്കുവച്ചിട്ടുള്ളത്. യഥാർത്ഥ മരണം ദൈവത്തെ നഷ്ടപ്പെടുന്നതാണ് എന്ന്, അതിൻ്റെ കാരണം പാപമാണ് എന്ന് വ്യക്തതയോടെ ദൈവവചനം പഠിപ്പിച്ചു തന്നിരിക്കെ, സ്വന്തം ജീവിതത്തിലെ തെറ്റുകൾ തിരുത്തി ജീവനുള്ളവരായി നിത്യജീവൻ്റെ ഓഹരിക്കാരായി അവകാശികളായി മാറുവാൻ എനിക്ക് നിങ്ങൾക്കും ഈ ചിന്തകൾ സഹായകമാകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, വാഴ്ത്തപ്പെട്ട ദൈവമേ, ഈ ഭാഗ്യകരമായ നല്ല സമയത്തിനായി നന്ദി പറയും. പാദപീഠത്തിൽ നിൻ്റെ മക്കളെ വിളിച്ച് ചാരത്ത് ഇരുത്തി മധുരമായി, അപ്പോൾ തന്നെ ആഴമായി ഞങ്ങളുടെ ഹൃദയങ്ങളെ തൊട്ട് നീ ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്നല്ലോ. ഈ കേട്ട വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിച്ച് അതിന് പ്രകാരം ജീവിതത്തെ ക്രമപ്പെടുത്തി ജീവനുള്ളവരായി, നിത്യജീവനോഹരിക്കാരായി, ക്രിസ്തു ഉള്ളവരായി, ദൈവബന്ധമുള്ളവരായി, മരണത്തെ മറികടന്നവരായി, വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് വളരുന്നവരായി ജീവിപ്പാൻ ഞങ്ങളെല്ലാവരെയും കൃപയാൽ സഹായിക്കണം. അവിടുത്തെ കരവും കൃപയും കരുതലും കാവലും കൂടെ ഇരിക്കണം. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ നിനക്കും ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ.